ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക വാവ് ആണല്ലോ. അപ്പം ഞാനിന്ന് രാവിലെ തന്നെ ഒരു 4:30 ആകുമ്പോൾ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ ചെറിയ നാത്തൂൻ്റെ മോൻ അപ്പൂസും കൂടി ബലിയിടാൻ പോവുകയാണ്. തൃക്കടമണ്ണ ശ്രീ മുക്കം ശിവക്ഷേത്രത്തിൽ തൃക്കടമണ്ണ പോകാൻ നിൽക്കുകയാണ്. ഞാൻ അവനെ വെയിറ്റ് ചെയ്യുന്നത്. ഓട്ടോറിക്ഷ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം എന്താ ഞങ്ങൾ ഓട്ടോറിക്ഷ വന്നു. ഞങ്ങൾ രണ്ടാളും കൂടി ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. എന്താ വെച്ചാൽ പാലം പൊട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പത്തിലുള്ള വഴി നഷ്ടമായിപ്പോയി. അപ്പം ഞങ്ങൾ കുറച്ച് ചുറ്റി വളഞ്ഞ് വേണം പോകാൻ. മുക്കത്തൂടിയൊക്കെ പോയിട്ടാണ് വന്നത്. മറ്റേ വേറൊരു വഴിയുണ്ട്, അതിലെ ഭയങ്കര ബ്ലോക്കാണ്. എല്ലാവരും അതിലെ വന്ന് വണ്ടിയൊക്കെ സൈഡിട്ടതുകൊണ്ടേ അതിലെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുക്കത്ത് കൂടി പോന്ന്. അങ്ങനെ ഇതാ ക്യൂ കണ്ടില്ലേ, ക്യൂ നിൽക്കുകയാണ്. ഞാൻ ഈ ക്യൂ നിൽക്കുന്ന കാരണം വല്ലാതെ വീഡിയോ എടുക്കാൻ മോശമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ അറിയത്തില്ല, ഇവിടുന്ന് ക്യൂ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല എങ്ങനെ എവിടെയാണെന്നൊന്നും അറിയില്ല. അവർ ചിലർ വീട്ടിൽ നിന്ന് കുളിച്ച് വരുന്നവരുണ്ട്, ചിലർ കുളിക്കാതെ വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തായാലും കുളിക്കണമല്ലോ, അപ്പോൾ അത് കരുതി വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാട്ടോ പോയത്. അപ്പം ചിലർ അറിയാത്തവരൊക്കെ മുന്നോട്ട് ഓടിപ്പോയി കുളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ളതിൽ മുന്നോട്ട് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഒരു ചേട്ടനെ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു, നിങ്ങളങ്ങോട്ടേ പോണേ? അങ്ങനെ പോകണ്ടല്ലോ, നിങ്ങളെ എന്തായാലും കുളിക്കണ്ടേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കുളിച്ചാൽ പോരെ, കുളിച്ച് ഇത്രയും നേരം നിങ്ങൾ അവിടെ വന്ന് നിൽക്കണ്ടേ, തണുപ്പൊക്കെ ആയിട്ട്. അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ വഴിപാട് കൗണ്ടറാണ് കേട്ടോ അത്. ഇവിടെ ആ അപ്പുറത്തെ സൈഡിൽ തന്നെയാണ് നമ്മൾ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അവിടെ സ്ഥലമുണ്ട് കേട്ടോ. എല്ലാം ഇവിടെ തന്നെയാണ്. അത് കണ്ട ബലിയിടുന്ന പുഴമാട്ടുമ്മലാണ്. ഇത് എനിക്ക് തോന്നുന്നൊരു മൂന്നാമത്തെ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള ബാച്ചാണ്. ഒരു ബാച്ചല്ല, ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ അത്. ഒരു നാലാമത്തെ ട്രിപ്പാണ് അത്. ഇത്രയും ആൾക്കാരുണ്ട് ഉണ്ടോ. ഇനി ഒരു ഇതിനും കൂടി ഉള്ളവരുണ്ട് കേട്ടോ, അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആൾക്കാർ അക്കരെ ഇക്കരെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടുന്ന് അറിയാതെ വരുന്നവരൊക്കെ ഉണ്ടാവും, പാലമില്ല എങ്ങനെയാണ് എന്താണെന്ന് അറിയാത്ത തൂക്കുപാലം കണക്കാക്കി വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ ഇക്കരയ്ക്ക് കടത്തുകയാണേ, ഈ ഇതിൽ കടത്തി കൊണ്ടുവരിക. അങ്ങനെയൊക്കെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഇരിക്കാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് എത്ര ആൾക്കാർ വന്നാലും വേഗം വേഗം പോകാം, വല്ലാതെ ഒന്നും താമസിക്കുന്നില്ല. പിന്നെ എന്താ കണ്ടില്ലേ, നന്നായിട്ട് ആൾക്കാരുണ്ട് ഉണ്ടോ ഇഷ്ടംപോലെ. അത് കഴിഞ്ഞ് നമ്മൾ ബലിയിട്ട് കഴിഞ്ഞ് ആ ഇറനോട് കൂടി തന്നെ ഭഗവാന്റെ അടുത്ത് പോയി തൊഴുത്ത് പ്രസാദമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോരുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ്ടോ ആൾക്കാരെ അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. കുറച്ച് ആൾക്കാർ അറിയാണ്ട് വന്ന് പെടുന്നതാണ്, തൂക്കുപാലം പോയൊന്നും അറിയില്ലല്ലോ, അങ്ങനെ വന്ന് പെടുന്നതാണിത്. പിന്നെ നമ്മളെ പാലത്തിൻ്റെ ഒരു ഇത് കണ്ടോ, ഇതാണ് നമ്മളെ പാലം. ആ തൂക്കുപാലം പൊട്ടി നാശമായി കിടക്കുന്ന കണ്ടില്ലേ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി, എന്തൊരു ഈ പാലത്തെ കൂടിയാണല്ലോ നമ്മൾ വന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇത് മൊത്തം പൊട്ടി താറുമാറായിപ്പോയി. ഇനി ഇതൊന്ന് പഠിത്തം കൊണ്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു മരവും വീണ് കിടക്കുന്നുണ്ട്, എല്ലാം കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതാ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിട്ടോ. ഇത് അപ്പൂസ് ചായ കുടിക്കുകയാണ്. എല്ലാവരും എടുക്കട്ടെ, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാവർക്കും പിന്നെ ഉപ്പുമാവും കാപ്പിയാണ്. ഉപ്പുമാവും കാപ്പിയുണ്ട്, പഴമൊക്കെ ഉണ്ട്. അവരുണ്ടായിരുന്നു ഇടയ്ക്ക് പഴമൊക്കെ കിട്ടലുണ്ട്, ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല. അങ്ങനെയാണുള്ളത്. അപ്പോൾ അതൊക്കെ കുടിച്ച് എല്ലാവരും. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ അല്ലാത്തെന്ന് പറഞ്ഞാൽ ഈ ബലിയിടാൻ വന്നവരുടെ കൂട്ടത്തിലുണ്ടാവുമല്ലോ കുറച്ച് ആൾക്കാരൊക്കെ, അവരെ സാധനങ്ങളൊക്കെ പിടിക്കാനും. ഇത്രയും കണ്ടമാനം ആൾക്കാരുള്ളപ്പോഴേ നമുക്ക് വിശ്വസിച്ച് എവിടെയെങ്കിലും വെച്ച് പോരാൻ എല്ലാവരും മൊബൈലും അതും ഇതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ വന്നവരൊക്കെയാണ് ഈ നിൽക്കുന്നത് കേട്ടോ, ബലിയിടാൻ വന്നവരെ കൂട്ടത്തിൽ. പിന്നെ ബലിയിടാൻ അടുത്ത ട്രിപ്പിലേക്ക് കാത്തു നിൽക്കുന്നവർ ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഉണ്ടോ. കുറേയേറെ ആൾക്കാരുണ്ട്.
നമ്മളെ എന്താ പറയുക, ഒരു നല്ലൊരു ദിവസമാണ്. എല്ലാവരും പോയി ബലി ഒക്കെ ഇടണം എന്ന് ഞാൻ പറയുകയാണ്. എല്ലാവരും അധികം ആൾക്കാർ ഇപ്പോൾ കണ്ടില്ല, ഇത്രയും ജനങ്ങൾ ബലിയിടാൻ വന്നിട്ടുണ്ടല്ലോ. നമ്മളെ പാലത്തിൻ്റെ അടുത്തുള്ള ആ പിന്നെ മരം, ആ ഷെഡൊക്കെ കണ്ടില്ലേ, അതിനൊന്നും എന്തായാലും പറ്റിയില്ല കേട്ടോ. എനിക്ക് ആ ഷെഡൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. എന്തായാലും അപ്പോൾ ഇതാ കണ്ടോ, ചേച്ചിയൊക്കെ എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ. എന്നോട് അറിയുന്ന ചേച്ചിയാണ്. അപ്പോൾ എന്നെ കണ്ടിട്ടുണ്ട് ചോദിച്ചു വരിക. എനിക്ക് മിണ്ടാൻ വയ്യല്ല, ഞാൻ അവിടുന്ന് മോശമല്ലേ വീഡിയോ എടുക്കുമ്പോൾ വർത്താനം പറയുന്നത്. ഞാൻ ചിരിച്ച് കാണിച്ചങ്ങ് നിർത്തി. ഇതിനൊക്കെ അപ്പുറത്തേക്കൊന്ന് കാണാൻ വയ്യ കേട്ടോ. അമ്പലത്തിൻ്റെ അപ്പുറത്തേക്കുള്ള മരങ്ങളൊക്കെ ചാഞ്ഞ് എവിടം വരെ എത്തിയെന്ന്, എത്ര ഹൈറ്റുള്ള മരങ്ങളാണെന്നറിയാമോ. ഞങ്ങളിതാ